ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അൺഫിൽറ്റർഡ് ഗയ. അപ്പൊ നമ്മള് പെരുവണ്ണാമൂഴി വന്യജീവി സങ്കേതത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് സാറിനോട് ചോദിച്ചു നോക്കാം. രണ്ട് മുതലകളുണ്ട് ഇവിടെ. പിന്നെ രണ്ട് പെരുമ്പാമ്പുണ്ട്. അവരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും പെരുമ്പാമ്പുകളൊക്കെ. മുതലൊക്കെ ഇങ്ങനെ ബീഫും പൊടിമത്സ്യം കൊടുത്ത് ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ഒരെണ്ണം 25 വയസ്സുള്ളത്, ഒരെണ്ണം 40 വയസ്സുള്ളതാണ്. പിന്നെ 100 വയസ്സ് വരെ ആയുസുണ്ട് മുതലേക്ക്. പെരുമ്പാമ്പ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, ഓരോ 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ. പിന്നെ നമുക്ക് പാമ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. രാജവെമ്പാല, അണലി, മൂർക്കനൊക്കെ വീടുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന വെക്കും. വെച്ചിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ കാട്ടിലേക്ക് കൊണ്ടുവിടും. പിന്നെ അവിടെ ഒരു മഞ്ഞ ആമയുണ്ട്. അത് ഇവിടുന്ന് പിടിച്ച് ഇങ്ങനെ പോയപ്പോൾ കൊണ്ടുവന്ന് വെച്ച ഒരു ആമയാണ്. അതിന് അതുപോലെ തന്നെ അവിടെ കാണാം. പിന്നെ പുഴ കാണാം, നല്ല രസമുള്ള പുഴയാണ്. ഫോട്ടോസൊക്കെ എടുക്കാം. മഴയൊക്കെ മാറി കഴിയുമ്പോൾ കുളിക്കുകയൊക്കെ ചെയ്യാം. കുളിക്കാൻ ഡ്രസ് റൂമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. നല്ല മനോഹരമായ സ്ഥലമാണ്. ഇതിന്റെ ബാക്കിൽ പശ്ചിമഘട്ട മലനിരകളാണ്. താമരശ്ശേരി, കക്കയം, പെരുവണ്ണാമൂഴി, പൂഴിത്തോട്, പടിഞ്ഞാറത്തറ, ഇങ്ങനെ. അവിടെ ഒരു പൂമ്പാറ്റയുടെ ഉദ്യാനം അവിടെ കാണാം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഔഷധ സസ്യങ്ങൾ അവിടെ കാണാം. പച്ചനിറ്റിന്റെ താഴെ പിന്നെ ഓരോ നാളുകളുടെ പേരുള്ള മരങ്ങൾ മുകളിൽ അവിടെ കാണാം. ഇത്രയും സംഭവമൊക്കെ ഇവിടെ കാണാം. ഇവിടുത്തെ പുഴ കണ്ടാലോ, എന്തൊരു അടിപൊളിയാന്നറിയോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതാണ് പെരുവണ്ണാമൂഴി ഡാമിനോട് ചേർന്ന് കിടക്കുന്ന പുഴ. അടിപൊളി.